എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ പെയിന്റ് സെക്ടറിലെ ഏറ്റവും ലീഡിംഗ് കമ്പനിയായ ഏഷ്യൻ പെയിന്റ്സിന്റെ ഓഹരിയിൽ തുടർന്നുകൊണ്ടിരിക്കുന്ന തകർച്ചയും മുന്നോട്ട് എങ്ങനെ തുടങ്ങിയ കാര്യങ്ങളാണ് പരിശോധിക്കുന്നത്. നഗരവൽക്കരണം, വളർന്നുവരുന്ന മധ്യവർഗം, വർദ്ധിച്ചുവരുന്ന ഡിസ്പോസിബിൾ വരുമാനം എന്നിവയാൽ പിന്തുണയ്ക്കപ്പെടുന്ന വിശാലമായ കൺസ്ട്രക്ഷൻ മേഖല, ഗൃഹനിർമ്മാണം എന്നീ വ്യവസായത്തിൽ ഇന്ത്യയിലെ പെയിന്റ്സ് മേഖല നിർണായകമായ പങ്ക് വഹിക്കുന്നു. ഭവന പുനരുദ്ധാരണ പ്രവർത്തനങ്ങളുടെ വർധനയോടെ ഗുണനിലവാരമുള്ള പെയിന്റുകളുടെ ഡിമാൻഡ് സ്ഥിരമായ വളർച്ച കൈവരിക്കുന്നു. ഈ മേഖല മത്സരാധിഷ്ഠിതമാണ്. പരമ്പരാഗതവും വലിയതുമായ കമ്പനികളും പുതുതായി പ്രവേശിക്കുന്നവരും വിപണി വിഹിതത്തിനായി മത്സരിക്കുന്നു. നവീകരണവും ചിലവിലെ കാര്യക്ഷമതയും നിർണായകമാക്കുന്നു. ഏഷ്യൻ പെയിന്റ്സ് ഈ മേഖലയിലെ ഒരു മുൻനിര കമ്പനിയാണ്. വർഷങ്ങളായി ഇന്ത്യയിലെ ഏറ്റവും വലിയ പെയിന്റ് നിർമ്മാതാക്കളിൽ ഒന്നായി ഏഷ്യൻ പെയിന്റ്സ് ഇപ്പോഴും തുടരുന്നു. അലങ്കാര വ്യാവസായിക പെയിന്റുകളുടെ വിശാലമായ ശ്രേണിക്ക് പേരുകേട്ട കമ്പനി നഗര ഗ്രാമ വിപണികളിൽ ശക്തമായ ബ്രാൻഡ് സാന്നിധ്യമുണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ വിപുലമായ വിതരണ ശൃംഖലയും ഉൽപ്പന്ന നവീകരണത്തിലുള്ള സ്ഥിരമായ ശ്രദ്ധയും ഇതിനെ ഒരു ഗാർഹിക നാമമാക്കി മാറ്റി. 1942 സ്ഥാപിതമായ ഇത് ഇന്ത്യയിലെ ഏറ്റവും വലിയ പെയിന്റ് കമ്പനി കൂടിയാണ്. കമ്പനി വാർണിഷുകൾ, ഇനാമലുകൾ അല്ലെങ്കിൽ ലാക്കറുകൾ, സർഫേസ് പ്രിപ്പറേഷൻ, ഓർഗാനിക് കോമ്പോസിറ്റ് സോൾവൻസ്, തിന്നേഴ്സ് തുടങ്ങിയ വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണത്തിലും വിതരണത്തിലും ഏർപ്പെട്ടിരിക്കുന്നു. കമ്പനിക്ക് 15 രാജ്യങ്ങളിൽ ബിസിനസ് ഉണ്ട്. കൂടാതെ ലോകമെമ്പാടും 26 പെയിന്റ് നിർമ്മാണ സൈറ്റുകളുമുണ്ട്. 60-ലധികം രാജ്യങ്ങളിലെ ഉപഭോക്താക്കൾക്ക് സേവനം നൽകുന്നു. ആപ്കോ ലൈറ്റ്, SCIB, കോസ്വേ പെയിന്റ്സ് എന്നിങ്ങനെ നിരവധി പേരുകളിൽ ഇത് അതിൻ്റെ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നു. വിതരണ ശൃംഖലയുടെ സമീപനത്തിനും സ്ഥാപനം പ്രശസ്തമാണ്. വില കുറയ്ക്കുമ്പോൾ തന്നെ കുറ്റമറ്റ ഉൽപ്പന്ന ഗുണനിലവാരവും അസാധാരണമായ സേവനവും വാഗ്ദാനം ചെയ്യുന്നതിലൂടെ കമ്പനി അതിൻ്റെ മത്സരക്ഷമതയ്ക്ക് ശക്തി പകരുന്നു. എന്നാൽ ഇതൊക്കെ ഉണ്ടായിട്ടും ഈയിടെയായി ഏഷ്യൻ പെയിന്റ്സിന്റെ ഓഹരി വില അതിൻ്റെ ത്രൈമാസ ഫലങ്ങളുടെ പ്രഖ്യാപനത്തെ തുടർന്ന് ഒറ്റ ദിവസം കൊണ്ട് തന്നെ 8.2% ഇടിഞ്ഞിരുന്നു. തുടർച്ചയായ ഇടിവുകളെ തുടർന്ന് ഓഹരി ഇപ്പോൾ അതിൻ്റെ ഒരു വർഷത്തെ ഉയർന്ന വിലയായ 3423 രൂപയ്ക്ക് അടുത്ത് നിന്നും ഏകദേശം 30% താഴ്ന്ന് 2400 രൂപ റേഞ്ചിലാണ് ഇപ്പോഴുള്ളത്. ഓഹരി വില ഇപ്പോൾ 2021 മാർച്ചിലെ വിലയ്ക്ക് അടുത്താണ്. ഓഹരി വിലയിലെ ഈ ഇടിവിന് പിന്നിലെ ഘടകങ്ങൾ എന്തെല്ലാമാണെന്ന് പരിശോധിക്കാം. നിരാശാജനകമായ ഏഷ്യൻ പെയിന്റ്സിന്റെ Q2 റിസൾട്ട്സ് ഒരു വെല്ലുവിളി നിറഞ്ഞ അന്തരീക്ഷത്തെ പ്രതിഫലിപ്പിച്ചു എന്ന് പറയാം. കഴിഞ്ഞ സാമ്പത്തിക വർഷം രണ്ടാം പാദത്തിലെ പ്രകടനവുമായി താരതമ്യം ചെയ്യുമ്പോൾ കമ്പനിയുടെ കൺസോളിഡേറ്റഡ് നെറ്റ് സെയിൽസ് 5.3% ഇടിഞ്ഞ് 84.8 ബില്യണിൽ നിന്ന് 80.3 ബില്യനായി. കമ്പനിയുടെ വിപണി വിഹിതത്തെയും ഉൽപ്പന്ന വോളിയത്തെയും ബാധിച്ചതിൻ്റെ പ്രധാന കാരണം വിപണിയിലെ കടുത്ത മത്സരമാണ്. ഇത് ഏഷ്യൻ പെയിന്റ്സ് നിക്ഷേപകരിൽ ആശങ്ക ഉയർത്തുന്നുണ്ട്. കൂടാതെ നികുതിക്ക് ശേഷമുള്ള ലാഭം കുത്തനെ ഇടിഞ്ഞു. കഴിഞ്ഞ വർഷം ഇതേ പാദത്തിലെ 12.1 ബില്യണിൽ നിന്ന് ഇത് 6.9 ബില്യനായി കുറഞ്ഞു. കുറഞ്ഞ കൺസ്യൂമർ സ്പെൻഡിങ്ങും വർദ്ധിച്ച മെറ്റീരിയൽ കോസ്റ്റും കാരണമാണ് ഇത് സംഭവിച്ചത്. ആഭ്യന്തര ഡെക്കറേറ്റീവ് പെയിന്റ് ബിസിനസ് വോളിയത്തിൽ 0.5% ഇടിവ് നേരിട്ടു. ഈ വിഭാഗത്തിലെ വരുമാനം 6.7% കുറഞ്ഞു. ഈ പാദത്തിലുടനീളം തുടർച്ചയായ മഴയും ചില പ്രദേശങ്ങളിലെ വെള്ളപ്പൊക്കവും ഉപഭോക്തൃ ഡിമാൻഡിന് തടസ്സമായി. ഇത് കൺസംഷൻ പാറ്റേണിൽ വ്യതിചലനം സൃഷ്ടിച്ചു. എബിറ്റയ്ക്ക് മുൻപുള്ള വരുമാനം 12.4 ബില്യൺ രൂപയിലെത്തി. 2024 സാമ്പത്തിക വർഷത്തിലെ 17.2 ബില്യണിൽ നിന്ന് ശ്രദ്ധേയമായ ഇടിവുണ്ടായി. മാർജിനുകൾ വാർഷിക അടിസ്ഥാനത്തിൽ 500 ബേസിസ് പോയിന്റുകൾ കുറഞ്ഞ് 15%. ഈ മാർജിൻ ഇടിവ് ഉയർന്ന ഇൻപുട്ട് ചെലവും പ്രധാന വിപണികളിലെ ദുർബലമായ ഡിമാൻഡിനെയും പ്രതിഫലിപ്പിക്കുന്നു. എന്നിരുന്നാലും ഒരു പ്രത്യേക ഫയലിംഗിൽ 2025 മാർച്ച് 31 അവസാനിക്കുന്ന സാമ്പത്തിക വർഷത്തിൽ ഒരു ഇക്വിറ്റി ഷെയറിന് 4.3 രൂപ ഇടക്കാല ലാഭവിഹിതം ഏഷ്യൻ പെയിന്റ്സ് പ്രഖ്യാപിച്ചിരുന്നു.
കമ്പനിയുടെ ദുർബലമായ പ്രകടനത്തെയും മത്സര വെല്ലുവിളികളെയും കുറിച്ചുള്ള ആശങ്കകൾ വർദ്ധിക്കുന്നതിനാൽ പല ബ്രോക്കറേജുകളും റിസൾട്ടിന് ശേഷം സ്റ്റോക്കിനെ തരം താഴ്ത്തിയത് സ്ഥിതി കൂടുതൽ വഷളാക്കി. ഏഷ്യൻ പെയിന്റ്സ് തീവ്രമായ മത്സരത്തിന്റെയും വിപണി ചലനാത്മകതയുടെയും ഒരു കാലഘട്ടത്തിലൂടെ സഞ്ചരിക്കുകയാണ്. ഡെക്കറേറ്റീവ് പെയിന്റ്സ് മേഖലയിൽ ശക്തമായി മത്സരിക്കുന്ന ബിർള ഓപ്പസ്, JSW പെയിന്റ്സ്, JK പെയിന്റ്സ് ആൻഡ് കോട്ടിംഗ്സ് തുടങ്ങിയ സ്ഥാപിതവും വളർന്നു വരുന്നതുമായ കമ്പനികളിൽ നിന്ന് ഏഷ്യൻ പെയിന്റ്സ് സമ്മർദ്ദം നേരിടുന്നു. ഈ ഉയർന്ന മത്സരം ഏഷ്യൻ പെയിന്റ്സിന്റെ വിപണി വിഹിതത്തെയും വിലനിർണ്ണയ ശേഷിയെയും സ്വാധീനിക്കുന്നു. ഉയർന്ന ഡീലർ മാർജിനുകളും വിലക്കിഴിവുകളും പുതിയതും അത്യാധുനികവുമായ ഉൽപ്പന്നങ്ങളും സേവനങ്ങളും മത്സരാധിഷ്ഠിതമായി തുടരാൻ അത് നിർബന്ധിതമാക്കുന്നു. സമീപകാല പ്രവർത്തനക്ഷമത കുറവാണെങ്കിലും വിപണിയിലെ ആധിപത്യം വീണ്ടെടുക്കാനുള്ള തന്ത്രങ്ങൾ ഏഷ്യൻ പെയിന്റ്സ് രൂപപ്പെടുത്തിയിട്ടുണ്ട്. വികസിക്കുന്ന ഉപഭോക്തൃ ആവശ്യങ്ങൾക്കനുസൃതമായി ഉൽപ്പന്ന നവീകരണങ്ങൾ അവതരിപ്പിക്കുന്നതിനൊപ്പം അതിൻ്റെ പോർട്ട്ഫോളിയോ വിപുലീകരിക്കുന്നതിനും വിപണി സാന്നിധ്യം ശക്തിപ്പെടുത്തുന്നതിനുമായി തന്ത്രപരമായ ഏറ്റെടുക്കലുകൾ നടത്താനാണ് കമ്പനി ലക്ഷ്യമിടുന്നത്. നിലവിലെ വെല്ലുവിളികളെ നേരിടാൻ ഇൻപുട്ട് ചെലവുകൾ ക്രമേണ കുറയുമെന്ന് ഏഷ്യൻ പെയിന്റ്സ് പ്രതീക്ഷിക്കുന്നു. ഇത് അതിൻ്റെ മാർജിനുകൾ സ്ഥിരപ്പെടുത്താൻ സഹായിച്ചേക്കാം. ഈ ലക്ഷ്യത്തെ പിന്തുണയ്ക്കുന്നതിനായി സെലക്റ്റീവ് ആയിട്ടുള്ള വിലവർധനയും കമ്പനി നടപ്പാക്കിയിട്ടുണ്ട്. സാമ്പത്തിക ഘടകങ്ങളും ദുർബലമായ ഉപഭോക്തൃ വികാരവും പ്രതിഫലിപ്പിക്കുന്ന ഡിമാൻഡ് സാഹചര്യങ്ങൾ ഹ്രസ്വകാലത്തേക്ക് സമ്മർദ്ദത്തിൽ ആയേക്കാമെന്ന് ഏഷ്യൻ പെയിന്റ്സ് മാനേജ്മെന്റ് സമ്മതിക്കുന്നു. എന്നിരുന്നാലും കമ്പനിയുടെ ദീർഘകാല വളർച്ചാ തന്ത്രം അതിൻ്റെ ഉൽപ്പന്ന ഓഫറുകൾ വിപുലീകരിക്കുന്നതിനും വിപണി ആവശ്യങ്ങളുമായി പൊരുത്തപ്പെടുന്നതിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നു. ഇത് വർഷങ്ങളായി ഡെക്കറേറ്റീവ് പെയിന്റ് വ്യവസായത്തിൽ അതിൻ്റെ നേതൃത്വം നിലനിർത്തുമെന്നാണ് പ്രതീക്ഷ. പതിറ്റാണ്ടുകളായി ഏഷ്യൻ പെയിന്റ്സ് ഒരു അതുല്യ ബ്രാൻഡിംഗ് വികസിപ്പിച്ചെടുത്തു. ഇന്ത്യയിലെ ഓരോ കോണിലും ഓരോ റീറ്റെയിൽ സ്റ്റോറിലും വർഷത്തിൽ വിവിധ സമയങ്ങളിൽ വാങ്ങിയ പെയിന്റ്സിൻ്റെ കളർ, ക്വാണ്ടിറ്റി, സൈസ്, ഏത് തരം പെയിന്റ് എന്നിവയെക്കുറിച്ചുള്ള വിപുലമായ ഡേറ്റ കമ്പനിയുടെ പക്കലുണ്ട്. ഈ ഡേറ്റയെല്ലാം പ്രയോജനപ്പെടുത്തി ഡിമാൻഡ് പ്രവചിക്കാൻ ഏഷ്യൻ പെയിന്റ്സ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, മെഷീൻ ലേണിംഗ് അടിസ്ഥാനമാക്കിയുള്ള പ്രവചന ടൂളുകൾ ഉപയോഗിക്കുന്നു. അത്തരം ഉപകരണങ്ങൾ ഒരു നിശ്ചിത ദിവസം ഒരു നിശ്ചിത സ്ഥലത്ത് ഇന്ത്യയിൽ എവിടെയും ഒരു പ്രത്യേക തരം പെയിന്റിന്റെ ആവശ്യകത പ്രവചിക്കുന്നു. അതിനാൽ ഏഷ്യൻ പെയിന്റുകൾക്ക് ആവശ്യമായ പെയിന്റ് ഉൽപ്പന്നങ്ങൾ മുൻകൂട്ടി റീറ്റെയിൽ സ്റ്റോറിലേക്ക് നേരിട്ട് വിതരണം ചെയ്യാൻ കഴിയും. അതുവഴി ഇന്റർമീഡിയറ്റ് ഹോൾസെയിൽ ഔട്ട്ലെറ്റുകളെ ആശ്രയിക്കുന്നത് ഇല്ലാതാക്കുന്നു. വ്യവസായത്തിൽ കടുത്ത മത്സരം ഉണ്ടായിരുന്നിട്ടും 2027 ഏഷ്യൻ പെയിന്റ്സ് 550 ബില്യൺ രൂപ വരുമാനം ലക്ഷ്യമിടുന്നു. ഇത് വരുമാനത്തിലും ലാഭത്തിലും കുറഞ്ഞത് 12% സമ്മിശ്ര വളർച്ച വാഗ്ദാനം ചെയ്യുന്നു. ഇനി നിക്ഷേപകർ എന്ത് തീരുമാനമെടുക്കണമെന്ന് നോക്കാം. നമ്മൾ ടാറ്റ മോട്ടോഴ്സിൽ പറഞ്ഞ പോലെ ബ്ലൂ ചിപ്പ് ഓഹരികളുടെ ഗണത്തിൽപ്പെടുത്താവുന്ന ഈ സ്റ്റോക്ക് റിസ്ക് എടുക്കാൻ തയ്യാറാവാത്തവരോ ഓഹരി വിപണിയിൽ അത്ര പരിചയമില്ലാത്തവരോ ആയിട്ടുള്ള നിക്ഷേപകർക്ക് ദീർഘകാലത്തേക്ക് ഒരു സേഫ് സ്റ്റോക്ക് തന്നെയാണ്. നിക്ഷേപിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ നല്ല രീതിയിൽ താഴെ വന്നിട്ടുള്ള ഈ ഓഹരി കുറച്ചായി വാങ്ങി പോർട്ട്ഫോളിയോയിൽ ആഡ് ചെയ്യാവുന്നതാണ്. ശക്തമായ മത്സരാധിഷ്ഠിതമായ പെയിന്റ് വിപണിയിൽ എന്നും കടുത്ത മത്സരങ്ങളെ അതിജീവിച്ച് മുന്നോട്ടു പോയിട്ടുള്ള ചരിത്രമുള്ള കമ്പനി കൂടിയാണ് ഏഷ്യൻ പെയിന്റ്സ്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക. താങ്ക്